ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷസ് ഡ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റേഷൻ കടയിലെ ആട്ടപ്പൊടി കൊണ്ട് നല്ല ടേസ്റ്റിയും നല്ല ക്രിസ്പിയുമായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണിത്. ഇതൊരു എയർ ടൈറ്റുള്ള കണ്ടെയ്നറിലാക്കി വെച്ചാൽ ഒരു മാസം വരെ കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. അപ്പോൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ റേഷൻ കടയിലെ ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മളിവിടെ 2 കപ്പ് ആട്ടപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന അളവാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം ഈ ആട്ടപ്പൊടി ഒരു സ്ട്രെയിനറിലൂടെ ഒന്ന് അരിച്ചിട്ടെടുക്കുക. ഇപ്പോൾ ഞാനിവിടെ 250 ml കപ്പിൽ 2 കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ട് അതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പൊടി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഈ ഒരു സ്നാക്സ് റെഡിയാക്കാനായിട്ട് നമുക്ക് മൊത്തത്തിൽ 2 കപ്പ് ആട്ടപ്പൊടിയാണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആദ്യത്തെ ഒരു കപ്പ് ഞാനിപ്പോൾ വേറൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ബാക്കിയുള്ള ആട്ടപ്പൊടി നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ്, അതായത് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം മൈദ ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ഒരു 1/4 കപ്പ് റവയും ചേർത്ത് കൊടുക്കുക. ഈ റവ ചേർത്ത് കൊടുക്കുമ്പോൾ കേക്കിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. ബേക്കിംഗ് സോഡ ഒരു 1/2 ടീസ്പൂണൊന്നും വേണ്ട, എന്നാൽ ഒരു 1/4 ടീസ്പൂണിനേക്കാളും കുറച്ചധികം ചേർത്ത് കൊടുക്കുക കേട്ടോ. ബേക്കിംഗ് സോഡ കൂടിപ്പോയാൽ അപ്പോൾ ആ ബേക്കിംഗ് സോഡയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. അപ്പോൾ അത് കൂടി പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഗീക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ടേസ്റ്റ് കൂടുതൽ ഗീ ചേർത്ത് കൊടുക്കുമ്പോഴാണ്. ഇപ്പം ഞാനിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 4-5 ഏലക്ക ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇപ്പം ഞാനിത് ഈ ഒരു രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്തെടുത്ത ആട്ടപ്പൊടിയുടെ കൂട്ടിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തൈര് ബേക്കിംഗ് സോഡയുമായി ചേർന്നിട്ട് നമ്മുടെ സ്നാക്സ് നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് തൈര് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചെടുത്ത മുട്ടയുടെ കൂട്ട് ചേർത്ത് കൊടുത്തിട്ട് മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇത് കുഴച്ചെടുക്കാനായിട്ട് നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മളിത് ഈ മുട്ടയുടെ മിക്സ് മാത്രം വെച്ച് കൊടുത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മാവ് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച 1 കപ്പ് ഗോതമ്പ് പൊടിയും ബാക്കിയുള്ള മുട്ടയുടെ മിക്സും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങളെടുക്കുന്ന മുട്ടയുടെ വലിപ്പം അനുസരിച്ചിട്ടാണ് കേട്ടോ ഇതിലേക്ക് ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനാദ്യം 1 കപ്പ് ആട്ടപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് കുഴച്ച് നോക്കിയിട്ട് മാവ് ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ അപ്പോൾ കുറേശ്ശെ മാവ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിൻ്റെ മാവ് കുഴച്ചെടുക്കില്ലേ, ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കുക കേട്ടോ. ഇനി നിങ്ങൾ ഈ മാവ് കുഴച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്കിത് ഭയങ്കര ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ട് ലൂസാക്കി എടുക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളിതിലേക്ക് ഒരു കോഴിമുട്ട പതപ്പിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടോ അല്ലെങ്കിൽ കുറച്ച് പാല് ചേർത്ത് കൊടുത്തിട്ടോ വേണം ഇതൊന്ന് ലൂസാക്കി എടുക്കാൻ. ഇപ്പോൾ നമ്മുടെ മാവ് ഞാനിവിടെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിനിമം ഒരു 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഈ മാവ് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന് മുകളിൽ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. ഈ മാവ് ഒരുപാട് അങ്ങോട്ട് ലൂസായി പോവുകയും ചെയ്യരുത്, എന്നാൽ ഒരുപാട് അങ്ങോട്ട് ഹാർഡായി പോവുകയും ചെയ്യരുത്. അപ്പോൾ ഇത് കറക്റ്റ് പരുവത്തിൽ തന്നെ കുഴച്ചെടുക്കണം കേട്ടോ, എന്നാലേ നമുക്കിത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഞാൻ ഈ മാവ് പരത്തിയെടുക്കാനുള്ള എളുപ്പത്തിന് ഇത് 2 പാർട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ കൗണ്ടർ ടോപ്പിലേക്ക് ഒരല്പം ആട്ടപ്പൊടി തൂവിക്കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, ഒരല്പം മാത്രം തൂവിക്കൊടുത്താൽ മതി. ഇനി ഈ മാവ് ഒരുപാട് തിന്നായിട്ടല്ല, കുറച്ചൊരു കനത്തിൽ വേണം കേട്ടോ ഇത് പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് ഈ ഒരു കനത്തിലാണ് കേട്ടോ പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ 4 സൈഡൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതൊരു സ്ക്വയർ ഷേപ്പിലാക്കിയിട്ട് എടുക്കുക. നമ്മൾ ഈ കട്ട് ചെയ്ത് മാറ്റുന്നത് കളയരുത് കേട്ടോ. ഇത് അടുത്ത മാവ് പരത്തിയെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഈ മാവ് ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി ഈ മാവ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഈ മാവ് കൊണ്ട് ബേക്കറി സ്റ്റൈലിലുള്ള മിനി വെട്ട് കേക്കാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഓരോ പീസസും ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് വെക്കുക. എന്നിട്ട് ഈ മാവ് ഇതുപോലെ ചെറിയ ചെറിയ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി നിങ്ങൾക്കിത് ഈ ഷേപ്പിലല്ല വേറെ ഏതെങ്കിലും ഷേപ്പിലാണ് ഇഷ്ടമുള്ളത് വെച്ചാൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടോ, ഇതുപോലെ ഈ ഒരു വലിപ്പത്തിലും ഈ ഒരു കനത്തിലുമാണ് കേട്ടോ ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ ബാക്കിയുള്ളത് മുഴുവനും കട്ട് ചെയ്തെടുക്കുക. ഇത് നമ്മൾ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതെങ്കിലും ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി വലുതായിട്ട് വരും. അതുപോലെ നമ്മൾ ഇതിന് വെട്ടിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ താനെ ഇത് വെട്ടിട്ട പോലെ കട്ടായിട്ട് വരും. ഇപ്പം ഞാനിതെല്ലാം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം എല്ലാം ഇതുപോലെ വിട്ടിട്ട് വെക്കുക. ഇങ്ങനെ വെക്കുമ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ ചൂടായി വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത മാവ് കുറേശ്ശെയായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണയിലേക്ക് ഇതിട്ട് കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ. എന്നാലേ ഇത് നല്ല ക്രിസ്പി ആയിട്ട് പുറം ഭാഗം ഒട്ടും കരിഞ്ഞു പോവാതെ ഉൾവശം നല്ലതുപോലെ വെന്ത് കിട്ടുള്ളൂ. ഇതിങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ. ഇത് നമ്മൾ ചെറിയ ചെറിയ പീസായിട്ടല്ലേ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിത് 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഇത് കണ്ടോ, ഈ ഒരു കളറിലാവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാവുന്നതാണ്. ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തിട്ടെടുക്കുക. നമ്മൾ ഈ മാവ് കുറച്ച് വലുതാക്കി കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ നമുക്ക് ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന വെട്ട് കേക്കില്ലേ, അത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഇവിടെ നമുക്ക് ബേക്കറിയിൽ നിന്നും കിട്ടുന്ന മിനി വെട്ട് കേക്കാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്ത മാവ് മുഴുവനും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെടുത്ത 2 കപ്പ് ഗോതമ്പ് പൊടി കൊണ്ട് നമുക്ക് ഈ ഒരളവിലാണ് കേട്ടോ ഈ മിനി വെട്ട് കേക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ റേഷൻ കടയിൽ നിന്നും ഇനി ആരും ആട്ടപ്പൊടി വാങ്ങാതിരിക്കല്ലേ. അതുകൊണ്ട് നമുക്കിത് മാത്രമല്ല ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളും ആട്ടപ്പൊടി കൊണ്ട് ഇതുപോലെ മിനി വെട്ട് കേക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇതിൻ്റെ പുറമെ നല്ല ക്രിസ്പിയാണ്. കണ്ടോ, ഇതിൻ്റെ ഉള്ളൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ബേക്കറിയിൽ നിന്നൊന്നും മിനി വെട്ട് കേക്ക് വാങ്ങാതെ ആട്ടപ്പൊടി കൊണ്ട് ഇതുപോലെ ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കൂട്ടോ. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക്